everyone, welcome back to Xylem, welcome back to the world of English. എൻ്റെ പേര് നാസർ ഫാറുദ്ദീൻ എന്നാണ്. നിങ്ങൾക്ക് എന്നെ നാച്ചു സാർ എന്ന് വിളിക്കാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USSൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഫ്രേസൽ വേർബ്സ് എന്ന ടോപ്പിക്കാണ്. 7ാം ക്ലാസ്സിൽ മാത്രമല്ല 8ലും 9ലും 10ലും ഒക്കെ 4ഉം 5ഉം മാർക്കിന് ചോദിക്കുന്ന വലിയൊരു ഗ്രാമർ ടോപ്പിക്കാണ് ഫ്രേസൽ വേർബ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഫ്രേസൽ വേർബ്സ് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോരുത്. നിങ്ങളുടെ പുതിയ ഇംഗ്ലീഷ് ടീച്ചർ സൂപ്പറാണോ അല്ലയോ എന്ന് നിങ്ങളാണ് കമൻറ്റ് ബോക്സിൽ പറയേണ്ടത്. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, സർ വാട്ട് ഈസ് എ ഫ്രേസൽ വേർബ്? എന്താണ് ഒരു ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ? സർ ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്തരം വേണ്ടേ? ഞാൻ പറഞ്ഞുതരാം. ഒരു ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ ഒരു വേർബിൻ്റെയും ഒരു പ്രപ്പോസിഷൻ്റെയും കോമ്പിനേഷനെയാണ് ഫ്രേസൽ വേർബ് എന്ന് വിളിക്കുന്നത്. എ ഫ്രേസൽ വേർബ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ വേർബ് ആൻഡ് എ പ്രപ്പോസിഷൻ. ഫോർ ഇൻസ്റ്റൻസ്, ഞാൻ പുട്ട് എന്ന് പറഞ്ഞ ഒരു വേർബും ഓൺ എന്ന് പറഞ്ഞൊരു പ്രപ്പോസിഷൻ കൂട്ടിച്ചേർത്തിട്ട് പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഒരു ഫ്രേസൽ വേർബ് ഉണ്ടാക്കുന്നു. ഇത് ആക്ച്വലി നാച്ചു സാർ ഉണ്ടാക്കിയ ഫ്രേസൽ വേർബൊന്നും അല്ല, ഇങ്ങനൊരു ഫ്രേസൽ വേർബ് ഇംഗ്ലീഷിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഏത് വേർബും ഏത് പ്രപ്പോസിഷനും കൂടെ ആഡ് ചെയ്താലും ഒന്നും എന്ത് കിട്ടില്ല? ഫ്രേസൽ വേർബ്സ് കിട്ടില്ല. ഇംഗ്ലീഷിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു വേർബിൻ്റെയും പ്രപ്പോസിഷൻ്റെയും കോമ്പിനേഷനാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പുട്ട് എന്ന് പറഞ്ഞ വേർബിൻ്റെ മീനിങ് വെക്കുക എന്നാണ്. ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ്റെ മീനിങ് മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ വെക്കുക എന്നാണോ? അല്ലല്ല. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ധരിക്കുക, ടു വെയർ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഈ വേർബിൻ്റെയും പ്രപ്പോസിഷൻ്റെയും ഇൻഡിവിജ്വൽ മീനിങ്, ഓരോന്നിൻ്റെയും മീനിങ് സെപ്പറേറ്റ് എടുത്ത് കൂട്ടിയാൽ ആഡ് ചെയ്താൽ എന്തിൻ്റെ മീനിങ് കിട്ടില്ല? ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ് കിട്ടില്ല. വേറെ എക്സാമ്പിൾ നോക്കി. ടേൺ എന്ന് പറഞ്ഞൊരു വേർബും അപ്പ് എന്ന് പറഞ്ഞൊരു പ്രപ്പോസിഷനും ചേരുമ്പോഴാണ് ടേൺ അപ്പ് ഉണ്ടാവുന്നത്. എന്നാൽ ടേൺ കറങ്ങുക എന്നാണ്. അപ്പ് മുകളിൽ നിന്നാണ്. ടേൺ അപ്പ് എന്ന് വെച്ചാൽ മുകളിലോട്ട് കറങ്ങുക എന്നാണോ? അല്ല. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടു അറൈവ് എന്നാണ്, എത്തിച്ചേരുക, ടു അപ്പിയർ എന്നാണ്, പ്രത്യക്ഷപ്പെടുക എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. എന്നാലേ പരീക്ഷയ്ക്ക് ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പിന്നെ സിമ്പിളാണ് സാർ. നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷിലുള്ള മുഴുവൻ ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ് എന്ത് ചെയ്യാം? ബൈ ഹാർട്ട് ചെയ്തേക്കാം. അടിപൊളി, സൂപ്പർ. പക്ഷേ അവിടെയും ഒരു കുഴപ്പമുണ്ട് സാർ. There are more than 5,000 phrasal verbs in English. അയ്യോ, ഇംഗ്ലീഷിൽ 5000-ലധികം ഫ്രേസൽ വേർബ്സ് ഉണ്ട്. നമുക്ക് നടക്കുമോ ഇതൊക്കെ പഠിക്കുക എന്നുള്ളത്? പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല. പിന്നെ എന്താ സാർ ചെയ്യുക? സിമ്പിളാണ് കാര്യം. USSനായാലും 8ാം ക്ലാസ്സിലായാലും 9ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ്സിലായാലും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അത് അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗുഡ് ടു ഗോ. എക്സാമിന് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? റെഡി സർ. അപ്പോൾ ആദ്യത്തെ ഫ്രേസൽ വേർബ് വളരെ കോമൺ ആയിട്ടുള്ള ഫ്രേസൽ വേർബാണ്. അതേതാണ്? പുട്ട് ഓൺ ആണ് അല്ലേ? പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു വെയർ എന്നാണ്. മലയാളത്തിൽ ധരിക്കുക എന്നാണ് അല്ലേ? പുട്ട് ഓൺ യുവർ ഷർട്ട്, പുട്ട് ഓൺ യുവർ ക്യാപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു പോസ്റ്റ് പോൺ എന്നാണ്. മലയാളം ഞാൻ പറയാം, മാറ്റി വെക്കുക എന്നാണ്. ഫോർ ഇൻസ്റ്റൻസ്, the match between India and Australia has been put off due to bad weather. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മാച്ച് എന്ത് ചെയ്തു? മാറ്റിവെച്ചു, നീട്ടിവെച്ചു. സോ അതാണ് പോസ്റ്റ്പോൺ അല്ലെങ്കിൽ പുട്ട് ഓഫ്. ഇനി പുട്ട് ഫോർവേഡ് അല്ലെ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഫ്രേസൽ വേർബാണ് പുട്ട് ഫോർവേഡ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ എന്നാണ്. ഒരാശയം മുന്നോട്ട് വെക്കുക എന്നാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ, അഭിജിത്ത് പുട്ട് ഫോർവേഡ് എ ഗുഡ് ഐഡിയ ഫോർ ദി സെമിനാർ അല്ലെ? ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു. ഇനി അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു ഫ്രേസൽ വേർബാണ് പുട്ട് എക്രോസ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. ഒരു കാര്യം പറയുക, അവതരിപ്പിക്കുക എന്നാണ് പുട്ട് എക്രോസിൻ്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ, ഹി വാസ് വെരി നെർവസ് സോ ഹി കുഡിൻ പുട്ട് എക്രോസ് വാട്ട് ഈസ് ഇൻ ഹിസ് മൈൻഡ് അല്ല? അവൻ ഭയങ്കര നെർവസ് ആയതുകൊണ്ട് അവൻ്റെ മനസ്സിലുള്ള എന്താണ് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? പുട്ട് എക്രോസ് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഫ്രേസൽ വേർബ് പുട്ട് അപ്പ് വിത്ത് ആണ് അല്ലേ? വലിയ ഫ്രേസൽ വേർബാണ്. എന്താ അതിൻ്റെ മീനിങ്? ടോളറേറ്റ് എന്നാണ്, സഹിക്കുക എന്നാണ് അല്ലേ? നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒരു തവണയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ഈ ക്ലാസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഐ കനോട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് ക്ലാസ് എനി ലോങ്ങർ. സോ പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക. ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് ഹെഡ് ഏക്ക്, എനിക്ക് തലവേദന എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. അടുത്തത് പുട്ട് ഔട്ട് ആണ്. എന്താ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിങ്ക്വിഷ് എന്നാണ്. മലയാളം തീ കെടുത്തുക എന്നാണ്. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്?
തീ കെടുത്തുക. ദ ഫയർമെൻ പുട്ട് ഔട്ട് ദ ഫയർ ഇൻ ദ ബിൽഡിങ്ങിലെ ഫയർ എന്ത് ചെയ്യുന്നു? ഒരു കെടുത്തി. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ തീ കെടുത്തുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് സെറ്റ് ഓഫ് ആണ്. എന്താ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ? സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിഗിൻ എ ജേണി എന്നാണ്, ഒരു യാത്ര ആരംഭിക്കുക എന്നാണ് സെറ്റ് ഓഫിൻ്റെ മീനിങ്. ഇതേ അർത്ഥമുള്ള സെറ്റിൽ തുടങ്ങുന്ന മറ്റൊരു ഫ്രേസൽ വെർബാണ് ഇത് സെറ്റ് ഔട്ട്. സെറ്റ് ഓഫിൻ്റെ മീനിങ്ങും സെറ്റ് ഔട്ടിൻ്റെ മീനിങ്ങും എന്താണ്? ടു ബിഗിൻ എ ജേണി എന്നാണ്. ഓക്കെ ആണല്ലോ, കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് സെറ്റപ്പ് ആണ് അല്ലേ. എന്താ സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം തുടങ്ങുക, ഒരു കാര്യം ആരംഭിക്കുക എന്നാണ്. ടു ബിൽഡ് എന്നാണ്, അല്ലെങ്കിൽ ടു എസ്റ്റാബ്ലിഷ് എന്നാണ് സെറ്റപ്പിൻ്റെ മീനിങ്. അടുത്തത് വളരെ രസമുള്ളൊരു ഫ്രേസൽ വെർബാണ് കം അക്രോസ്. എന്താണ് കം അക്രോസ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ്? യെസ്, ടു മീറ്റ് എന്നാണ്. കണ്ടുമുട്ടുക, യാദൃശ്ചികമായി കണ്ടുമുട്ടുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ കെയിം അക്രോസ് മൈ ഓൾഡ് ഫ്രണ്ട് യെസ്റ്റർഡേ. ഐ കെയിം അക്രോസ് മൈ ഓൾഡ് ഫ്രണ്ട് യെസ്റ്റർഡേ. ഞാൻ എൻ്റെ പഴയൊരു സുഹൃത്തിനെ ഇന്നലെ കണ്ടു എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് ഗിവ് അപ്പ് ആണ്. ഗിവ് അപ്പിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്നാമത്തെ മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഗിവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടു അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നാണ്. പരാജയം സമ്മതിക്കുക എന്നാണ് അല്ലേ. നമ്മൾ പറയാറുണ്ട് നെവർ എവർ ഗിവ് അപ്പ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? പരാജയം സമ്മതിക്കരുത്. മറ്റൊരു ഫ്രേസൽ വെർബ് എന്താണ്? അബാൻഡൻ. മലയാളം ഉപേക്ഷിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഗേവ് അപ്പ് ഫാസ്റ്റ് ഫുഡ് അല്ലെ. ഞാൻ ഫാസ്റ്റ് ഫുഡൊക്കെ എന്ത് ചെയ്തു? ഗേവ് അപ്പ് ചെയ്ത്, ഒഴിവാക്കി, ഉപേക്ഷിച്ചു. ഓക്കെ ആണല്ലോ. അടുത്തത് കോൾ ഓൺ ആണ്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരാളെ വിളിക്കുക എന്നല്ല. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. അതിൻ്റെ കൂടെ എൻ്റെ മക്കൾ പഠിക്കേണ്ട ഫ്രേസൽ വെർബാണ് ഇത് കോൾ അറ്റ്. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പ്ലേസ് എന്നാണ്. അത് തെറ്റിപ്പോവാതിരിക്കാൻ എൻ്റെ കുട്ടികൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ സാധാരണ നമ്മൾ പ്ലേസിൻ്റെ മുമ്പിലല്ലേ ചേർക്കുക. അപ്പോൾ കോൾ അറ്റ് എന്ന് വെച്ചാൽ വിസിറ്റ് എ പേഴ്സൺ. ഇനി കോൾ ഓൺ എന്ന് പറഞ്ഞാലോ? ഓൺ, ഓനെ. കോൾ ഓനെ, ഒരാളെ, ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യുന്നതാണ് കോൾ ഓൺ എന്ന് പറയുക. കാര്യം മനസ്സിലാവുന്നുണ്ട് അല്ലേ. അടുത്തത് ഗോ ഓൺ ആണ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫ്രേസൽ വെർബാണ് ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കണ്ടിന്യൂ എന്നാണ്, തുടരുക എന്നാണ്. ടു കണ്ടിന്യൂ. ഓക്കെയാണ്. ഇനി ചുമ്മാ ഓർമ്മിച്ച് വെക്കുക, ഗോ ഓണിൻ്റെ V2 എന്താണ്? വെൻറ്റ് ഓൺ എന്നാണ്. വെൻറ്റ് ഓൺ എന്നാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ടീച്ചർ ക്ലാസ് തുടർന്നു എന്നെങ്ങനെയാണ് പറയുക? ദ ടീച്ചർ വെൻറ്റ് ഓൺ വിത്ത് ദ ക്ലാസ്. അടുത്തത് ലാസ്റ്റ് സെറ്റ് കഴിഞ്ഞു. നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ പഠിച്ചു. ഇത് തന്നെ ചോദ്യം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മേക്കപ്പ് വൺസ് മൈൻഡ് അല്ലേ. ഇത് ചുമ്മാ ഓർമ്മിച്ച് വെക്കുക. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസൈഡ് എന്നാണ്, തീരുമാനിക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഷീ മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു റൈറ്റ് ദ എക്സാം. അവൾ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ. ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു സ്റ്റഡി വെൽ. അവൻ നന്നായി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ. അടുത്തത് മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നാണ്. ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഹീ കുഡിൻ മേക്ക് ഔട്ട് എനിത്തിങ്. അവനൊന്നും മനസ്സിലായില്ല. ഐ കുഡിൻ മേക്ക് ഔട്ട് ദാറ്റ് ഇക്വേഷൻ. എനിക്ക് ആ ഇക്വേഷൻ മനസ്സിലായില്ല. സോ മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താ? അണ്ടർസ്റ്റാൻഡ്. അടുത്ത ഫ്രേസൽ വെർബ് ഏതാണ്? ടേൺ അപ്പ് എന്നാണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു അറൈവ് എന്നാണ്, എത്തിച്ചേരുക എന്നാണ്. ഡിഡ് ഹി ടേൺ അപ്പ് ഓൺ ടൈം? അവൻ കൃത്യസമയത്ത് എത്തിച്ചേർന്നോ? ഷീ ടേൺഡ് അപ്പ് അറ്റ് മൈ ഡോർ സ്റ്റെപ്പ്. അവൾ എൻ്റെ ഡോർ സ്റ്റെപ്പിൽ വന്ന് നിന്നു, എത്തിച്ചേർന്നു. ലാസ്റ്റ് ഫ്രേസൽ വെർബ് ടേൺ ഡൗൺ ആണ് അല്ലേ. ടേൺ ഡൗൺ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രേസൽ വെർബാണ്. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു റിജക്റ്റ് എന്നാണ്. ടേൺ ഡൗൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താണ്? ടു റിജക്റ്റ് എന്നാണ്. റിജക്റ്റ് ചെയ്യുക എന്നാണ്. എന്താണ്? റിജക്റ്റ് ചെയ്യുക എന്നാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു. കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. നാച്ചു സാറിൻ്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു വരുത്. 2 ചോദ്യങ്ങളൂടെ ചെയ്തു നോക്കിയാലോ. നമുക്കിതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഹൗ ലോങ് വുഡ് രാഹുൽ ഡാഷ് വിത്ത് ഹിസ് കമ്പ്യൂട്ടർ ഗെയിംസ്? എത്ര കാലം രാഹുൽ തൻ്റെ കമ്പ്യൂട്ടർ ഗെയിംസുമായി ഗിവ് അപ്പ് ഉപേക്ഷിക്കും, ഗോ ഓൺ തുടരും, പുട്ട് ഓൺ ധരിക്കും, സെറ്റപ്പ് ആരംഭിക്കും? ഒരു സംശയവും വേണ്ട. ഹൗ ലോങ് വുഡ് രാഹുൽ ഗോ ഓൺ വിത്ത് ഹിസ് കമ്പ്യൂട്ടർ ഗെയിംസ്? എത്ര കാലം അവൻ്റെ കമ്പ്യൂട്ടർ ഗെയിംസുമായിട്ട് മുന്നോട്ട് പോകും, തുടരും?
കിട്ടിയല്ലോ, പ്രീവിയസ് ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റിയല്ലോ. അടുത്ത് പറഞ്ഞേ, ദ ഫ്രേസൽ വേർബ് എക്സ്റ്റിങ്ക്വിഷസ്. ഇത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ വേണ്ടി വെച്ച ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഇത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഈ ലൈവിനെ കുറിച്ചുള്ള വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയില്ല. അപ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ പറയണം. അത് കേൾക്കാൻ നാച്ചു സാർ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ്. നാച്ചു സാറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു, കാര്യം മനസ്സിലായെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെ ആൻസർ? ദ ഫ്രേസൽ വേർബ് ഓഫ് എക്സ്റ്റിങ്ക്വിഷസ്. എക്സ്റ്റിങ്ക്വിഷ് എന്നർത്ഥമുള്ള ഫ്രേസൽ വേർബ് ഏതാ? പുട്ട് ഓഫ് ആണോ? പുട്ട് ഓഫ് എന്ന് വെച്ചാൽ പോസ്റ്റ് പോൺ എന്നാണ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ എന്നാണ്. പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ സഹിക്കുക എന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. എക്സ്റ്റിങ്ക്വിഷും നമ്മൾ പഠിച്ചതാണ്. എന്താണ്? പുട്ട് ഔട്ടാണ്. എന്താണ്? പുട്ട് ഔട്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സോ ഗംഭീരമായിട്ട് നിങ്ങൾ USS എക്സാം എഴുതുക. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സോ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലന്റ് ലേണിംഗ്. ഐ ലവ് യു എവരിബഡി.